ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടൊരു പുട്ടാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കഷ്ണം ഒരു സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ട് അതൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എത്ര ഇതെടുക്കണം, സ്വീറ്റ് പൊട്ടറ്റോ എടുക്കണം അതിൻ്റെ പകുതി അരിപ്പൊടി വേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു പാത്രം അരിപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇത് 2 പാത്രം ഇടേണ്ട വരും. ഇത് ഇത് 2 പാത്രം ഉണ്ട്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ എത്ര എടുക്കണം അതിൻ്റെ പകുതി അരിപ്പൊടി. പിന്നെ നാളികേരം വേണം. നാളികേരം ഇപ്പം ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇതുകൊണ്ട് തന്നെ 2 പാത്രമാണ് എടുക്കുന്നത്. നാളികേരം ഇത്തിരി കൂടുതലായാലും ടേസ്റ്റ് കൂടുള്ളൂ. ഇത് 2 പാത്രം ഇതുകൊണ്ട് തന്നെ ഇതെടുത്തിട്ടുണ്ട് നാളികേരം. പിന്നെ കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ടത് നന്നായി മിക്സ് ആക്കുക. അരിപ്പൊടിയും ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ആക്കണം. എന്നിട്ടൊന്ന് ഈ അരിപ്പൊടി ഒന്ന് കുതിരണം. അപ്പം ഇതിൽ വേറെ വെള്ളം ഒഴിക്കണ്ട, സ്വീറ്റ് പൊട്ടറ്റോയിലുള്ള വെള്ളം മതി. അപ്പം ഇതിങ്ങനെ കുതിർന്നതിന് ശേഷം പിന്നെ നമുക്ക് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതാക്കി എടുക്കുക. അങ്ങനെ ആവശ്യമുള്ളവർക്ക്, അല്ലാത്തവർക്ക് എങ്ങനെയായാലും ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിരാൻ വെക്കുക. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുട്ടുപൊടി, അങ്ങനെ എന്തെങ്കിലും അരിപ്പൊടി മതി. പുട്ടുപൊടി ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് വെള്ളം ചേർക്കേണ്ട വരും. അവർ കുറേ വെള്ളം ഒഴിക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യ്. ഇതിലിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അത് സാധാരണ നൈസായ പൊടിയാണ്, തരിതരിയായ പൊടിയല്ല. തരിതരിയായതുകൊണ്ട് ഉണ്ടാക്കാം, ഇതുകൊണ്ടും ഉണ്ടാക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് നേരം നമുക്കിതിങ്ങനെ ഒന്ന് അമർത്തി വയ്ക്കാം. അതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് മിക്സിയിൽ ഒരു തിരിച്ചെടുത്തതിനത്. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നല്ല പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോയിലെ വെള്ളമാണ് ഇതിലുള്ളത്. അപ്പം ഇനി നമുക്കിത് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇടാം, നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്. ഞങ്ങൾ സാധാരണ കൂട്ടിലിടാറുണ്ട്. ഒരു 1/2 ടീസ്പൂൺ. പിന്നെ അത് ഒന്ന് ചതക്കുന്നതിന് മുന്നേ നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്നും അടിക്കുമല്ലോ, അതിന് മുന്നേ ഞാൻ ഇട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ പൊടിഞ്ഞൊരു ബ്രൗൺ കളറാവുണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനൊരു കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് വേവിക്കാനായിട്ട്. കുക്കറിൻ്റെ മേലെ ഞാൻ വെക്കാറുള്ളത്, അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൻ്റെ മേലെ കുറച്ച് നാളികേരം ഇടാം. അതിൻ്റെ മേലെ അതിങ്ങനെ ഇടാം. പതുക്കൊന്ന് അമർത്തി കൊടുക്കുക. വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം വെന്തോണം. അത് വെന്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ ഇത് ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇതിൽ വിറ്റാമിൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലതിന് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലത് തന്നെയാണ്. ഇത് നല്ലൊരു സൂപ്പർ ഫുഡായ കാരണം എല്ലാവർക്കും കഴിക്കാം. ഡയബറ്റീസ് ആർക്കും കഴിക്കാം ഇത്. പിന്നെ അത് ആവിയിൽ വേവിച്ചെടുക്കുന്നതായ കാരണം ഓയിലിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കാം. ഇതുപോലെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.